അപ്പോൾ നമ്മുടെ ഹെൽത്തി പ്രോട്ടീൻ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 2 ലിറ്റർ മിൽമ പാലാണ്. ഈ പാല് തിളപ്പിച്ചതിന് ശേഷം അത് നന്നായി തിളച്ച് പൊങ്ങി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിച്ചത്. വിനീഗർ ഒഴിച്ച് കഴിയുമ്പോൾ അതിനുള്ളിലെ ജലാംശം ഒരു ഗ്രീനിഷ് യെല്ലോ കളറായി മാറും. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു പനീർ മേക്കറിലേക്ക് ഒഴിക്കാം. നിങ്ങളുടെ കയ്യിൽ പനീർ മേക്കർ ഇല്ലെങ്കിൽ നിങ്ങൾ വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിലേക്ക് ഈ മിശ്രിതം ഒഴിച്ച് അതിനു മുകളിൽ ഭാരമുള്ള ഒരു വസ്തു കയറ്റി വെച്ച് ആ വെള്ളം വാർന്നു പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് പനീർ കിട്ടും. ഈ പനീർ മേക്കർ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് ഈ പനീർ മേക്കറിനെ വലിയൊരു ബൗളിലേക്ക് വച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ മിശ്രിതം ഒഴിക്കാം. അപ്പോൾ അതിലെ ഹോളിൽ കൂടി ഈ ജലാംശമെല്ലാം വറ്റിപ്പോകും. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ശുദ്ധജലം ഒഴിക്കാം. ആ വിനീഗറിൻ്റെ പുളിപ്പ് പോകാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചത്. ഇനി നമുക്കതിൻ്റെ ലിഡ് ഉപയോഗിച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ വെള്ളമെല്ലാം ഊർന്നു പോകും. ഇനി അതിന് മുകളിൽ ചെറിയൊരു വെയിറ്റ് വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാൻ 2 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തപ്പോഴേക്കും നമ്മുടെ പനീർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് പനീറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ 2 മിനിറ്റ്സ് സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചു. അതൊന്ന് ജസ്റ്റ് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തു. ഇനി നമുക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക് ചേർക്കാം. ഇത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. ഇതും കൂടി ചേർത്തൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ ചേർക്കാം. പനീറിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. എരിവ് ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ ചേർക്കാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തിരിക്കുന്നത്. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് വിട്ടെടുക്കാം. ഒരു 2 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കരുത്, ഹാർഡായി പോകും. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് പനീർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രീൻ ടീയുടെ കൂടത്തിലോ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടത്തിലോ കഴിക്കാം. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഈസി സ്നാക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി കേക്കും ഹെൽത്തി സാലഡും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതൊന്ന് കയറി കാണുകയും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.